സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ വരെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 1.1 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. നിന്ന് തുടക്കമാകും. വൈകിട്ട് 5 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ സ്വാഗത സംഘം ചെയർമാൻ KB അബ്ദുൽ ഖാദർ പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമാവുക. 4 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. 20 രാവിലെ 10 സമ്മേളന നഗരിയായ റീജിയണൽ തിയേറ്ററിലെ പുഷ്പൻ നഗറിൽ പ്രതിനിധി സമ്മേളനം നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് SFI ദേശീയ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് സംസാരിക്കും. 21 വൈകിട്ട് 5 മണിക്ക് രക്തസാക്ഷി കുടുംബ സംഗമം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 22 വൈകിട്ട് 4 മണിക്ക് പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നായി 600ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംവാദ പരിപാടികളും നടക്കും.